ക്ലിക്ക് കൊടുക്കുക. ഇപ്പോ നമ്മുടെ സ്ക്രീനിൽ ഇതേപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇതിനെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് കൊടുത്തു. ഇപ്പോ നിങ്ങളുടെ പേജിന്റെ ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേര്, ഏത് കാറ്റഗറിയാണ്, ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ആ പേജിന്റെ പേര് കൊടുക്കാം. പേജിന്റെ പേര് ജസ്റ്റ് ഡെമോ ഫോർ ക്ലാസ്. നെയിം കൊടുത്തു. നിങ്ങളുടെ പേജിന്റെ പേര് ആദ്യം തീരുമാനം എടുക്കണം കേട്ടോ. ഇത് ടൈപ്പ് ചെയ്യുമ്പം സജഷൻ എടുക്കാതെ നേരത്തെ തന്നെ ChatGPTയോ നിങ്ങളുടെ നിലവിലുള്ള പേരോ വേണം ഇവിടെ കൊടുക്കാൻ. നെക്സ്റ്റ് കാറ്റഗറി, ഏതിനകത്താണ് വരുന്നത്? ഹെൽത്ത് പ്രോഡക്റ്റ് ആണോ, ഇൻഷുറൻസിന്റെ ആണോ, ഫിറ്റ്നസ് ആണോ, എഡ്യൂക്കേഷൻ ആണോ? ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ഇത്രയും ഇതിനകത്തുള്ള കുറച്ച് കാറ്റഗറീസേ ഉള്ളൂ ഇവിടെ. കാറ്റഗറി ഓക്കെ, ഇതിനകത്ത് വേണം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ നോട്ട് എ ബിസിനസ് എന്ന് കൊടുത്തു. നിങ്ങൾ ചെയ്യുന്ന ചിലപ്പം MLM ആണെങ്കിൽ MLM കാണില്ല ഇതിനകത്ത്. ഇപ്പൊ നോട്ട് എ ബിസിനസ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് പേജ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു പാർട്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണവര് ഒന്നുകൂടെ D എന്ന് ടൈപ്പ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒന്നും കിട്ടത്തില്ല. യെസ്, കുറച്ച് പേരുണ്ട്. ക്വിക്കായിട്ട് പറയാം. ഫസ്റ്റ് നമ്മൾ വരുന്നത് പേജസിലാണ്. പേജിൽ നമ്മൾ ക്രിയേറ്റ് പേജ് കൊടുക്കുന്നു, പേജിന്റെ പേര് കൊടുക്കുന്നു, കാറ്റഗറി കൊടുക്കുന്നു. നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങളുടെ കാറ്റഗറി ഡൗട്ട് ഉണ്ടെങ്കിൽ അഡ്മിൻസിന് ചോദിക്കാം, അല്ലെങ്കിൽ ChatGPT ചോദിക്കാവുന്നതാണ്. യെസ്, അതിനുശേഷം ക്രിയേറ്റ് പേജ് കൊടുക്കുക. ക്രിയേറ്റ് പേജ്. ഓക്കെ, കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ സ്റ്റെപ്പ് 1 of 5 എന്ന് പറഞ്ഞ് കാണിക്കും. കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റോ കോണ്ടാക്റ്റോ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇമെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ കൊടുക്കാം. ലൊക്കേഷൻ, സിറ്റി, പോസ്റ്റ് കോഡ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ടൈം ഇല്ല, ഇതിപ്പം ചെയ്യാൻ അറിയില്ല എങ്കിൽ ഇത് പിന്നീടായാലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻഫർമേഷനിൽ വെബ്സൈറ്റ്, ഫോൺ നമ്പർ, ഇമെയിൽ, ലൊക്കേഷൻ, സിറ്റി, പോസ്റ്റ് കോഡ്. ഇതൊരു ബിസിനസ് പോലെ തന്നെയാണ്, നമ്മൾ ഗൂഗിളിൽ നോക്കുന്ന പോലെ ഇരിക്കും. ഇതൊക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ടൈം ഇല്ല എങ്കിൽ ജസ്റ്റ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ആഡ് പ്രൊഫൈൽ ഫോട്ടോയും ആഡ് കവർ ഇമേജും 2 ഓപ്ഷൻസ് ആണ് വരുന്നത് സ്റ്റെപ്പ് 2. ആഡ് പ്രൊഫൈൽ പിക്ചറും കവർ ഇമേജും ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കാണിക്കാം. ഇതുവരെ എൻ്റെ ഒപ്പം ഓൺ ട്രാക്ക് ആയിട്ടുള്ളവർ ജസ്റ്റ് ഒരു വേവ്സ് തന്നെ. ഓക്കെ, താങ്ക് യു. ഇത്തിരി പേരുണ്ട്, താങ്ക് യു. ഓൾറെഡി പേജ് ഇല്ലാത്തവര് ജസ്റ്റ് വാച്ച് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനുള്ള ഞാൻ ലാപ്ടോപ്പിലാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഫോണിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ സെയിം ആണ്. വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, യെസ്, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്കിവിടെ ആഡ് പ്രൊഫൈൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റും. ലെറ്റ് മീ സീ ഇഫ് ഐ ഹാവ് എനി ഫോട്ടോ വിത്ത് മീ. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഫോട്ടോ റാൻഡം ആയിട്ടൊന്ന് എടുക്കുവാണ്. ആദ്യത്തെ പ്രൊഫൈലിൽ വരുമ്പോ ഈ സെന്ററിൽ സർക്കിളിലായിരിക്കും നിങ്ങളുടെ ഫോട്ടോ വരുന്നത്. ഇവിടെ ഫേസോ നിങ്ങളുടെ ലോഗോയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, കവർ എന്ന് പറയുമ്പോൾ ലെറ്റ് മീ ടേക്ക് അനദർ വൺ. ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും നമ്മുടെ ഫോട്ടോ വരുന്നത്. കണ്ടോ? ബാക്ക്ഗ്രൗണ്ട്. ഇതിനാണ് കവർ ഇമേജ് എന്ന് പറയുന്നത്. ഇതിനെ പ്രൊഫൈൽ ഇമേജ്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ആക്ഷൻ ബട്ടൺ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോഡിംഗ് കാണിക്കും. നമ്പർ, വാട്സപ്പ് നമ്പർ കണക്ട് ചെയ്യുന്നതാണ് ചോദിക്കുന്നത് ഇതിനകത്ത്. ഇപ്പൊ നിങ്ങൾക്ക് നോർമൽ വാട്സപ്പ് വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാതിരിക്കുക. ബിസിനസ് വാട്സപ്പ് ഉണ്ടെങ്കിൽ മാത്രം നമ്പർ എടുത്ത് കണക്ട് ചെയ്യുക. പരസ്യം ചെയ്യണമെങ്കിൽ നമുക്ക് ബിസിനസ് വാട്സപ്പിന്റെ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ട് ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക, ഡൺ ക്ലിക്ക് ചെയ്യുക.
നിങ്ങളുടെ പേജ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വിമൽ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ സംഭവത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ടാവും. അതുപോലെ തന്നെ മൊബൈൽ മാത്രമുള്ള എത്ര ആൾക്കാരുണ്ട് ഇതിനകത്ത് എം ടൈപ്പ് ചെയ്യാം. യെസ്, അപ്പോൾ മൊബൈലിലും ഇടുന്ന ഒരു വീഡിയോ നമ്മൾ ഇപ്പോൾ ഇടുന്നുണ്ടാവും. ഇപ്പോൾ 1 മണി മുതൽ 7 മണി വരെ നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയമാണ്. നിങ്ങൾക്ക് വേറെ പുറത്തോട്ട് പോകാനുള്ള ബ്രേക്ക് അല്ല, ഇതൊന്നും ചെയ്യാനുള്ള. ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് എല്ലാം ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പോൾ പേജ് ഇല്ലാത്ത എല്ലാവരും പേജ് ക്രിയേറ്റ് ചെയ്യണം. അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് അടുത്ത് ഇൻസ്റ്റാഗ്രാമിന്റെ കാണിച്ചിട്ട് ഈ പേജിനകത്തെല്ലാം നമ്മൾ കവർ പേജ്, ഇമേജ് എല്ലാം ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ബേസിക് കമ്പ്യൂട്ടർ മതിയാവും, ഇതിനകത്ത് വേറെ അഡ്വാൻസ് സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലേ, ഫേസ്ബുക്ക് അക്കൗണ്ടിനെ പോലെ വേറൊരു അക്കൗണ്ട്, പക്ഷെ അത് പബ്ലിക്കലി ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ അക്കൗണ്ടിനകത്ത് നമ്മുടെ കൂട്ടുകാരെയും നാട്ടുകാരെയൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. പേജിനകത്ത് നമ്മുടെ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യും. അത് കുറച്ചുകൂടെ അഡ്വാൻസ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനകത്തുള്ള കവർ പേജ്, അതിനകത്ത് ഇടുന്ന പോസ്റ്റുകളെല്ലാം, അതിനെക്കുറിച്ച് ഞാൻ പറയാം, ഒരല്പം കഴിയുമ്പോൾ പറയാം. അപ്പം അടുത്ത ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് കാണാൻ റെഡി ആവരെല്ലാം IN എന്ന് ടൈപ്പ് ചെയ്തേ. ഞാൻ അടുത്ത് കൊണ്ടുവരാൻ പോകുന്നത് പ്രിയ മിസ്സിനെയാണ്. പ്രിയ മിസ് എങ്ങനെയാണ് ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ടാവും. റെക്കോർഡിംഗ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ തരാം. പ്രോസസ് ചെയ്യാൻ 1 മണിക്കൂർ 2 മണിക്കൂർ എടുക്കുക. അപ്പോഴേക്ക് റെക്കോർഡിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, എല്ലാവരും വെൽക്കം. പ്രിയ മിസ് ടൈപ്പ് ചെയ്യാം. ഹായ്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പ്രിയ മിസ്, താങ്ക് യു. ഓക്കെ സർ. അപ്പം ഇൻസ്റ്റഗ്രാം എന്താണ് ഇൻസ്റ്റഗ്രാം, അല്ലെങ്കിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പൊ എല്ലാം ഞാനൊരു സ്മോൾ ആയിട്ടൊന്ന് ചെറിയ കാര്യമായിട്ട് ഞാൻ പറയാം. ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ്. അപ്പം എല്ലാവർക്കും അറിയാലോ, ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് ഫോട്ടോസ്, സ്റ്റോറീസ്, റീൽസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക്, അതുപോലെ തന്നെ നമ്മള് എന്താ പറയുക, അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻസ്റ്റഗ്രാം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ എന്തെങ്കിലും അപ്ഡേറ്റ്സുകൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് അറിയുന്ന നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാം. നമ്മുടെ ബിസിനസ്സിനായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഓൺലൈൻ സെയിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാം. അതുപോലെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന്, ഇപ്പം ഡോക്ടേഴ്സ്, ബിസിനസ് ഓണേഴ്സ്, ട്രെയിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പേഴ്സണൽ ബ്രാൻഡിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാം. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പോസ്റ്റ്സ്, റീൽസ്, സ്റ്റോറീസ്, അതുപോലെ തന്നെ ലൈവ് വീഡിയോസ്, ഇതൊക്കെയാണ് വരുന്നത്. ഞാൻ ഷോർട്ടായിട്ട് പെട്ടെന്ന് പറയാണ്, ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കും. ഓക്കെ, പിന്നെ നമുക്ക് അതുപോലെ തന്നെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിങ്ങിന്, നമ്മുടെ ബിസിനസ് ഒക്കെ നമുക്ക് പരസ്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പൈസയൊക്കെ ചെലവാക്കാതെ നമ്മുടെ ബ്രാൻഡിനെ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ബ്രാൻഡ് അവയർനെസ്സിനാണ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റും. അതായത് കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കാന്, ലൈക്ക് ചെയ്യിക്കാന്, നമ്മുടെ പോസ്റ്റേഴ്സ്, നമ്മുടെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യിക്കാന്, ഷെയർ ചെയ്യിക്കാനൊക്കെ നമുക്ക് പറ്റും. അതുപോലെ തന്നെ ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ, നമ്മുടെ വാട്സപ്പിലേക്ക്, ഇൻസ്റ്റയിലേക്കൊക്കെ നമുക്ക് ലീഡ് ജനറേറ്റ് ചെയ്യിക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾ റെഗുലർ ആയിട്ട് കണ്ടന്റ്സും വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യിക്കാൻ വേണ്ടിയൊക്കെ ഇൻസ്റ്റ കൊണ്ട് പറ്റും. അപ്പൊ ആർക്കൊക്കെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാം? എല്ലാവർക്കും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാം. എല്ലാവർക്കും മീൻസ് ബിസിനസ് ഓണേഴ്സ്, നമുക്ക് എല്ലാവർക്കും, കോച്ചസ്, ട്രെയിനേഴ്സ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, അപ്പം ഫ്രീലാൻസേഴ്സ്, ആർക്ക് വേണമെങ്കിലും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാം. റെസ്റ്റോറന്റ്, അപ്പൊ നമ്മളെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ ആരാഗ്രഹിക്കുന്നുവോ അവർക്കൊക്കെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാം. അപ്പം ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ, നമ്മുടെ പ്രോഡക്റ്റിനെ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്യിക്കാനൊക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാം പറ്റും. അപ്പൊ ഇൻസ്റ്റഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് 8 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫോൺ നമ്പറും മെയിൽ ഐഡിയും വേണം. നമ്മൾ ഫോൺ നമ്പറും മെയിൽ ഐഡിയും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫോണിലേക്ക് അല്ലെങ്കിൽ മെയിലിലേക്ക് നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് പോകും.
മിസ് നെറ്റിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു, ഇപ്പൊ കണക്ട് ആവും. ഇതിൽ എത്ര പേർക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല? ടൈപ്പ് നോ ഇൻ ചാറ്റ് ബോക്സ്. എത്ര പേർക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല? ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഒരുപാട് പേരുണ്ട്. അപ്പം പ്രിയ മിസ് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബേസിക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് കാണിക്കും. പിന്നെ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ ട്യൂട്ടോറിയൽ തരും. രാത്രി 7 മണിക്ക് മുന്നേ നിങ്ങൾ എല്ലാവരുടെ കയ്യിൽ ഇതുപോലെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒരു യൂട്യൂബും വേണം. അതാണ് രണ്ടാമത്തെ ടാസ്ക്. ഓക്കെ, യെസ് പ്രിയ മിസ് കണ്ടിരുന്നു. അത് കാണിച്ചു കൊടുക്കാമോ? ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്ത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഓക്കെ, താങ്ക് യു സർ. അപ്പൊ ഞാൻ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ സ്റ്റെപ്പുകൾ യൂസ് ചെയ്ത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. റെഡി ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ 6 എന്ന് ടൈപ്പ് ചെയ്യാം. എന്റെ സ്ക്രീൻ ഒന്ന് No problem. Take your own time. No problem. It's okay. അപ്പൊ ഞാൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. സിസ്റ്റത്തിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മുടെ ഫോണിലാണേലും സിസ്റ്റത്തിലാണേലും, ഫോണിലാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്യണം. സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് instagram.com എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ വന്നിട്ട് നമ്മൾ ഏത് ഫോൺ നമ്പർ അല്ലെങ്കിൽ ഏത് മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ടാണോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ എന്റെ മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരും നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ മെയിൽ ഐ ഡി കൊടുക്കാം. മെയിൽ ഐ ഡിയോ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? പാസ്വേഡ് കൊടുക്കണം. നമുക്കൊരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഓർമ്മിച്ചിരിക്കുക, എഴുതി വെക്കുക, പിന്നീട് മാർക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്റെ പാസ്വേഡ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അപ്പം ചില ആൾക്കാരുണ്ട്, മെയിനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കും. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരസ്യം ചെയ്യുന്ന സമയത്ത് 18 വയസ്സായില്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റയിൽ പരസ്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഏജ് കൊടുക്കുക. നമ്മുടെ മക്കളുടെയൊക്കെ പേരിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു 18 വയസ്സിന് മുന്നിലുള്ള ഒരു ഏജ് കൊടുക്കുക. ഓക്കെ, പിന്നെ വന്നിട്ട് ഫുൾ നെയിം കൊടുക്കുക. ഞാനിവിടെ എന്റെ പേര് കൊടുക്കുകയാണ്. കൊടുത്തു. ഒരു യൂസർ നെയിമും കൊടുക്കുക. യൂസർ നെയിം നമ്മൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നമ്പേഴ്സ് ഒന്നും വരാതെ കറക്റ്റ് ആയിട്ട് ഒരു യൂസർ നെയിം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കണ്ടോ, ഞാനിവിടെ പ്രിയ ജേസൺ എന്നുള്ള ഈ ഒരു യൂസർ നെയിം കൊടുത്ത സമയത്ത് യൂസർ നെയിം പ്രിയ ജേസൺ ഈസ് നോട്ട് അവൈലബിൾ എന്ന് കാണിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു നെയിം ആരോ എടുത്തിട്ടുണ്ട്, അപ്പം അത് നമുക്ക് കിട്ടത്തില്ല. അപ്പം വേറെ ആരും എടുക്കാത്ത ഒരു നെയിം വേണം കൊടുക്കാൻ. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒരു നെയിം കൂടെ കൊടുത്തപ്പോഴത്തേക്കും അവിടെ ടിക്ക് വീണ്, ഗ്രീൻ ടിക്ക്. നമ്മളപ്പം എന്ത് ചെയ്യണം? നമ്മൾ ബിസിനസ് നെയിമോ അല്ലെങ്കിൽ ബിസിനസ് നെയിം ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ പേരും കൂടി ആഡ് ചെയ്തൊക്കെ കൊടുത്താൽ മതി. അപ്പം ക്ലിയർ ആവും. ഇതാണ് ഹാൻഡിൽ നെയിം എന്നും കൂടിയാണ് പറയുന്നത്. അപ്പൊ യൂസർ നെയിം അതുപോലെ നെയിം എങ്ങനെ കൊടുക്കുക, ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. നമുക്ക് ഒരിക്കലും ഒരു നെയിം അല്ലെങ്കിൽ യൂസർ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ഇപ്പൊ 40 ദിവസം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് അത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും ക്ലിയർ ആയെങ്കിൽ ചാറ്റ് ബോക്സിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഞാൻ സബ്മിറ്റ് കൊടുക്കുകയാണ്. പേഴ്സണലാണ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇപ്പൊ എന്റെ ഫോണിലോട്ട് ഒരു OTP വന്നിട്ടുണ്ട്. ഞാൻ ആ OTP നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുവാണ്.
ഇപ്പൊ കിട്ടിയിട്ടില്ല. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വരുന്ന കൺഫർമേഷൻ കോഡ് നമ്മളിവിടെ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ. ഇപ്പൊ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് ഇതിൽ ആരെങ്കിലും ഒക്കെ ഫോളോ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ആരെങ്കിലും ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് പോകാം. ഞാൻ ടിക്കെല്ലാം കൊടുത്തു. എനിക്ക് ഇവരെ ആരും ഫോളോ ഒന്നും ചെയ്യണ്ട. ടിക്ക് കളഞ്ഞിട്ട് ഞാൻ അങ്ങ് പോവാണ്. ഓക്കെ. ഇപ്പൊ എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹോം പേജിലേക്ക് പോകാം. ഹോം പേജിൽ പോകാം. അതുപോലെ തന്നെ റീൽസ് ആഡ് ചെയ്യണമെങ്കിൽ റീൽസിലേക്ക് പോകാം. അതുപോലെ തന്നെ പ്രൊഫൈലിലേക്കും വരാം. ഇത് കണ്ട് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന പ്രൊഫൈല് നമ്മുടെ ഫോണിലാണെങ്കിൽ താഴെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഉണ്ടാവും. പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് വരാൻ പറ്റും. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പോസ്റ്റുകളും കാര്യങ്ങളും ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പേരിന്റെ ഇവിടെ ഇത് കണ്ട പേരിന്റെ ഇവിടെ ഒരു സെറ്റിംഗ്സ് കണ്ടില്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ലോഗൗട്ട്, നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യാനൊക്കെ ഇവിടുന്ന് സാധിക്കും. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ. താങ്ക് യു പ്രിയ മിസ്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെങ്കിൽ എസ് ടൈപ്പ് ചെയ്യുക. ഇതിന്റെ റെക്കോർഡിംഗ് ഷെയർ ചെയ്യാൻ മാത്രമല്ല ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടും മൊബൈൽ ഉപയോഗിച്ചിരിക്കുന്നതും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എഴുതിയ സ്റ്റെപ്സ് എത്ര പേർക്ക് വേണം അത് നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? 1 മണി മുതൽ 7 മണി വരെയുള്ള ബ്രേക്കിൽ നിങ്ങൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക ഗ്രൂപ്പിൽ. എത്ര പേര് അത് പ്രോമിസ് ചെയ്യുന്നു? ടൈപ്പ് PR for promise. യെസ്. അടുത്ത ഒരു സംഭവം കൂടെ ഉണ്ട്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ നമ്മൾ ഫേസ്ബുക്ക് കണ്ടു, ഇൻസ്റ്റാഗ്രാം കണ്ടു. ഇനി ഒരു ഹാൻഡിലും കൂടെ ഉണ്ട്. എന്താണ് മൂന്നാമത്തെ ഹാൻഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള? ആർക്ക് ടൈപ്പ് ചെയ്യാം? യെസ്, വെരി ഗുഡ്. യൂട്യൂബ്. അപ്പൊ യൂട്യൂബ് നമുക്ക് ഇവരെല്ലാം ഡയമണ്ട് കോച്ച് ആണ്. നമുക്ക് ഡയമണ്ട് കോച്ച് ആയിട്ടുള്ള രേഖ മിസ്സിനെ കണക്ട് ചെയ്യാം. രേഖ മിസ് നിങ്ങൾക്ക് ക്വിക്കായിട്ട് ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഇപ്പൊ കാണിച്ചു തരും. ഓക്കെ, ശ്രദ്ധിക്കുക. എല്ലാരും വെൽക്കം. WC രേഖ മിസ് ടൈപ്പ് ചെയ്യണം എല്ലാരും. കേൾക്കുന്നുണ്ട്? ക്ലിയർ ആണ്? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് ഞാനിവിടെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. യൂട്യൂബ് ചാനൽ നമുക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇടാനായിട്ടാണ്. ഓക്കെ, നമ്മുടെ കണ്ടന്റ് വീഡിയോസ് അല്ലാതെ പ്രൊമോഷണൽ വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂട്യൂബ് ചാനൽ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് യെസ് ടൈപ്പ് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മെയിൽ ID വേണം. ആ മെയിൽ ID യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ എൻ്റെ മെയിൽ ID ഇപ്പോൾ ഓപ്പൺ ആണ്. മെയിൽ ID ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു 9 ഡോട്ട്സ് കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ 9 ഡോട്ട്സ് കാണാൻ പറ്റും. അതായത് നമ്മുടെ ഗൂഗിൾ ആപ്സ്. അതുവഴി യൂട്യൂബ് എടുക്കാൻ പറ്റും. അല്ല എങ്കിൽ ഡയറക്റ്റ് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും യൂട്യൂബ് എന്നുള്ളത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂട്യൂബിലേക്ക് കയറാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഈ 9 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഇങ്ങനെ ഒരു യൂട്യൂബ് എല്ലാവർക്കും കാണുമായിരിക്കും. സ്ക്രീൻ കാണുന്നില്ല. കാണുന്നുണ്ട്. ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. ബീന സാജു ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇങ്ങനെ യൂട്യൂബ് ഉണ്ടായിരിക്കും അല്ലെ? ഫോണിലാണേലും ലാപ്ടോപ്പിലാണേലും നമുക്ക് യൂട്യൂബ് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ റൈറ്റ് സൈഡിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പ്ലസ് ക്രിയേറ്റ്. ചിലർക്ക് ഇവിടെ വ്യൂ ചാനൽ എന്നായിരിക്കും. അതായത് ഓൾറെഡി ചാനൽ ഉള്ളവർക്ക് വ്യൂ ചാനൽ ആയിരിക്കും. എനിക്ക് ചാനൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു മെയിൽ ID യിൽ ചാനൽ ഇല്ലാത്തത് കൊണ്ട് ക്രിയേറ്റ് ആണ് കിടക്കുന്നത്. അതായത് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് കിടക്കുന്നത്. ഞാൻ ഈ ഒരു ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്തു.
സോറി, എനിക്ക് ചാനൽ ഓൾറെഡി ഉണ്ട്. വ്യൂ യുവർ ചാനൽ എന്നാണ് എനിക്ക് കിടക്കുന്നത്, കണ്ടോ, വ്യൂ യുവർ ചാനൽ. അപ്പൊ എനിക്ക് ചാനൽ ഉള്ളതുകൊണ്ട് വ്യൂ യുവർ ചാനൽ ആണ്, അല്ലാത്തവർക്ക് ക്രിയേറ്റ് ആയിരിക്കുമേ. ഇവിടെ ഓൾറെഡി എനിക്കൊരു ചാനൽ ഉണ്ട് ഇതില്. മിസ് ഒരു ഇമെയിൽ ഐ ഡി ഫേക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കാണാം, എന്നാലും അവർക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന്. പിന്നെന്താ ശരി, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം യൂട്യൂബ് ചാനൽ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് വ്യൂ യുവർ ചാനൽ. നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് രേഖ മിസ് വേറൊരു ചുമ്മാ ഒരു ഡമ്മി ഇമെയിൽ ഐ ഡി എടുത്തിട്ട് വരും. അപ്പൊ ആ സമയം കൊണ്ട് നമ്മൾ ഈ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിലെല്ലാം, ഓക്കെ, ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിലെല്ലാം നമ്മൾ വളരെ ടാക്ടിക്കലായിട്ട് അതിനകത്ത് പോസ്റ്റുകൾ അറേഞ്ച് ചെയ്യണം. അവിടെയാണ് പരസ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പരസ്യം നമ്മൾ രാത്രി പഠിക്കും. അതിന് മുമ്പ് തന്നെ നമ്മളിത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് പോസ്റ്റേഴ്സും കോണ്ടന്റും വീഡിയോസും നമ്മൾ ഇട്ട് വയ്ക്കണം. എന്തിനാണ് ഇത് ഇട്ട് വയ്ക്കുന്നത്? ആർക്ക് പറയാം? ടൈപ്പ് ചെയ്യാമോ? വേഗം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ തരാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് തരാം. ഓക്കെ, എന്തിനാണ് ഇത് ഇട്ട് വയ്ക്കുന്നത്? എന്താണ്? എന്റെ അക്കൗണ്ട് ഉണ്ട് സർ. ശരി, അപ്പം വിമൽ സാർ കാണിക്കുന്നുണ്ടാവും. ഓക്കെ സർ, യെസ്, താങ്ക് യു. അപ്പൊ ക്വിക്കായിട്ട് ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കൂടെ ഞാനൊന്ന് ക്വിക്കായിട്ട് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു എവരിവൺ, താങ്ക് യു സോ മച്ച്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ യൂട്യൂബ് വരുന്നത്. യൂട്യൂബ് എടുക്കാൻ വേണ്ടിയിട്ട് ബ്രൗസറിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ചെയ്ത് കഴിയുമ്പോൾ ആദ്യം കാണുന്ന ഈ റെഡ് ഐക്കൺ കണ്ടോ, ഇതാണ് യൂട്യൂബ്. നമുക്ക് സ്വന്തം വീഡിയോസ് ഇട്ട് സ്റ്റാർ ആകാനും നമ്മുടെ കോണ്ടന്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. വിപിൻ സാർ ഇപ്പം എങ്ങനെയാ ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഒരു പുതിയതായിട്ട് ഒരു ചാനൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കും വരുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡില് ഒരു ബട്ടൺ കണ്ടോ, ഇവിടെ വി എന്നുണ്ട്. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കും വരുന്നത്, ചിലപ്പം കളർ ചേഞ്ച് കാണും. നമ്മുടെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത ടൈപ്പ് തന്നെയാണ്. ജസ്റ്റ് ഈ വീൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ചാനൽ ഉണ്ടെങ്കിൽ വ്യൂ ചാനൽ എന്ന് പറയും. നമ്മുടെ രേഖ മിസ് കാണിച്ചത് ഇതില് നോക്കുവാണെങ്കിൽ ക്രിയേറ്റ് എ ചാനൽ എന്നാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ക്രിയേറ്റ് എ ചാനൽ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ ക്രിയേറ്റ് എ ചാനൽ ഒരു തവണ ക്ലിക്ക് ചെയ്യാം. സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം. യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. റൈറ്റ് സൈഡിലെ ഒരു ഐക്കൺ ഉണ്ട്, ബെൽ ഐക്കണിന്റെ തൊട്ടടുത്ത് റൈറ്റ് സൈഡിലേക്ക് കിടക്കുന്ന ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എ ചാനൽ എന്ന് കൊടുക്കുക. ക്രിയേറ്റ് എ ചാനൽ. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും സ്ക്രീന് വരുന്നത്. ആദ്യം പേര്, പിന്നെ ഹാൻഡിൽ എന്ന് പറയും. പേരില് നിങ്ങളുടെ കമ്പനിയുടെ പേരോ ടീമിന്റെ പേരോ നിങ്ങൾ എന്ത് നെയിമാണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ പേര് വേണം കൊടുക്കാൻ. ഞാനിവിടെ കൊടുക്കുവാണ് ഡെമോ ഫോർ ക്ലാസ്. ഓക്കെ, അപ്പൊ തൊട്ട് താഴെ ഹാൻഡില് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരും. ഇതിന് പറയുന്നതാണ് യൂസർ നെയിം എന്ന് പറയും. ഫേസ്ബുക്കിലുള്ള പോലെ തന്നെയാണ് നമ്മുടെ പേജിന്റെ. ഇത് നിങ്ങൾക്ക് മാത്രമേ കാണുള്ളൂ ഈ പേര്, വേൾഡിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പൊ ഞാൻ എന്റെ പേര് ടൈപ്പ് ചെയ്താൽ പോലും എനിക്ക് കിട്ടത്തില്ല. ഓക്കെ, വിമൽ രാജ് ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ, ഹാൻഡിൽ നെയിം അവൈലബിൾ അല്ല, വേറെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവർ തരുന്ന പേര് നമുക്ക് കൊടുക്കാം. അല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ടീമിന്റെ പേരോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹാൻഡിൽ നെയിം വേണം ഇവിടെ ടൈപ്പ് ചെയ്യാൻ. ഈ പേരിൽ സെർച്ച് ചെയ്താൽ നിങ്ങളുടെ ചാനൽ കിട്ടും. നമ്മുടെ കുട്ടിവര അല്ലെങ്കിൽ ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചാനൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന പോലെ ഈ ഹാൻഡിൽ നെയിം വേണം കൊടുക്കാൻ. ഓക്കെ, ഞാനിവിടെ ഡെമോ ഫോർ ക്ലാസ് എന്ന് തന്നെ കൊടുത്തു. ഡെമോ ഫോർ ക്ലാസ് പച്ച ടെക്ക് വന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ സി എന്ന് ടൈപ്പ് ചെയ്യാം. ക്ലിയർ 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 സി സി. യെസ്, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മള് യൂട്യൂബിൽ വന്നു, ജസ്റ്റ് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തു, നമ്മുടെ നെയിം കൊടുത്തു, ഹാൻഡിൽ നെയിം കൊടുത്തു. അതിനുശേഷം ഈ താഴെ കണ്ടോ ക്രിയേറ്റ് ചാനൽ എന്ന് പറയുന്ന
ബട്ടൺ ഉണ്ട്. ഇവിടെ വേണം ക്ലിക്ക് ചെയ്യാൻ, ക്രിയേറ്റ് ചാനൽ. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്ക്രീനില് ഇതേപോലെ ലോഡിംഗ് വരും. ഒരു ചാനൽ ക്രിയേറ്റ് ആയെന്ന് ഇങ്ങനെ കാണിക്കും. കണ്ടോ? യുവർ ചാനൽ ഈസ് ബീങ് ക്രിയേറ്റഡ്, ചെക്ക് ബാക്ക് ഇൻ ഫ്യൂ മിനിറ്റ്സ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമ്മൾ കൊടുത്ത പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് വന്നിട്ടുള്ളത്. കണ്ടോ? ഡി ആയി ഇതിനെ. ഇപ്പൊ ചാനൽ വന്നു, ഡെമോ ഫോർ ക്ലാസ്. ഓക്കെ, ഇവിടെ വ്യൂ ചാനൽ എന്ന് ഒരു തവണ ക്ലിക്ക് ചെയ്യുക. ചാനൽ ക്രിയേറ്റ് ആയതിനാൽ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. മൊബൈലിലും സെയിം തന്നെയാണ് കേട്ടോ. നമ്മൾ ട്യൂട്ടോറിയൽസ് ഒരുപാട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. അതിന്റെ ലിങ്ക് തരാം, ഡോണ്ട് വറി. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എങ്ങനെ നമ്മുടെ ചാനലിലേക്ക് പോകാമെന്ന് നോക്കാം. യൂട്യൂബിൽ വരിക, റൈറ്റ് സൈഡിലെ നമ്മുടെ ഐക്കൺ, ബെല്ലിന്റെ അടുത്തുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക, വ്യൂ ഓർ ചാനൽ എന്ന് ഉള്ള ബട്ടൺ കൊടുക്കുക. ഇപ്പൊ റീലോഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതേ സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, നമ്മുടെ ചാനലിന്റെ പേര് വന്നിട്ടുണ്ട്, അതിന്റെ യൂസർ നെയിം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഈ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, കസ്റ്റം ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേരിന്റെ പടമൊക്കെ പേര് മാറ്റാം. ഇതിനകത്ത് ഫോട്ടോ ആഡ് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പൊ വിപിൻ സാറിന്റെ ചാനലൊക്കെ എന്ന് പറയുമ്പോൾ ഹൈലി കൺവേർട്ടിംഗ് ചാനൽസ് ആണ്. ഡോക്ടർ വിപിൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മുടെ ചാനലിൽ കുട്ടി വരെ കണ്ടോ? ഇതിനെ ചാനൽ ആർട്ട് എന്ന് പറയും. ഇതിന്റെ ബാനർ വെക്കുന്നത്, ഇത് നമ്മുടെ യൂട്യൂബില് ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന സെയിം പ്രൊഫൈൽ പിക്ചർ, ലോഗോയോ ഫോട്ടോയോ ആഡ് ചെയ്യാം. നെയിം കണ്ടോ? സാറിന്റെ കൊടുത്തിട്ടുണ്ട്. സാറിന്റെ ഹാൻഡിൽ നെയിം ഇവിടെ കൊടുത്തിരുന്നു, ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പിന്നെ സബ്സ്ക്രൈബർ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട്. കണ്ടോ? ഡിസ്ക്രിപ്ഷനും ലിങ്കുകളും സാർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കസ്റ്റം ചാനലിനകത്ത് വന്നിട്ട് ചെയ്യാൻ സാധിക്കും. യെസ്, ഇത്രയാണ് നമ്മുടെ ചാനൽ ക്രിയേഷന്റെ പാർട്ട് മാത്രമായിട്ട് വരുന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക്സ് അലോട്ട്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ഇപ്പം നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ടായിരിക്കും. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യെസ് ടൈപ്പ് ചെയ്യാം. ഇനി ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് ചോദിച്ചു ഇതിലൊക്കെ എങ്ങനെയാണ് പോസ്റ്റ് ഇടുന്നത് എന്നുള്ളത്. അപ്പോൾ പോസ്റ്റ് എങ്ങനെ ഇടുന്നത് രേഖാ മിസ് ഇവിടെ കാണിക്കുന്നുണ്ട് ക്വിക്കായിട്ട്. അപ്പോൾ നമുക്ക് 1 മണിയാണ് പറഞ്ഞത്, 1 മണി ആയി. പക്ഷേ നിങ്ങൾ തന്നെ ഡൗട്ട് ചോദിച്ചുകൊണ്ട് ഷാൽ ഐ ടേക്ക് 15 more minutes? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ടൈപ്പ് ചെയ്യാം. പെട്ടെന്ന് എങ്ങനെയാണ് ഇതിലത് പോസ്റ്റ് ഇടുന്നതെന്ന് കാണിക്കാം. അതുപോലെ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രോംപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ചാനലിലുള്ള പോസ്റ്റേഴ്സും കോണ്ടന്റ് ഒക്കെ ജനറേറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചത്. എന്നിട്ട് 1:15 നമുക്ക് ബ്രേക്ക് എടുക്കാം. പിന്നെ രാത്രി നമ്മൾ 7:30 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് രേഖാ മിസ്സിനെ വെൽക്കം ചെയ്യാം. താങ്ക് യു. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന കാണിക്കാം. ഓക്കെ, 3 കാണിക്കാൻ പറ്റും രേഖാ മിസ്? 3 ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും കാണിക്കല്ലോ അല്ലേ? കാണിക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇൻസ്റ്റാഗ്രാം കാണിക്കാം. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് സെഷനാണ്. എങ്ങനെ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാം, വീഡിയോസും പോസ്റ്ററൊക്കെ എങ്ങനെ ചെയ്യുന്നത്. ആദ്യം നമ്മൾ രേഖാ മിസ് കാണിക്കുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ യെസ് ടൈപ്പ് ചെയ്യാം. സൗണ്ട് കുറവാണ് രേഖാ മിസ്. സോറി, ഇപ്പൊ കേൾക്കാവോ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക്സ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആണ്. ഇതിന്റെ അക്കൗണ്ട് ആണ്. എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പ്രിയ മാം കാണിച്ചു തന്നത്. എന്നിട്ട് ലെഫ്റ്റ് സൈഡില് പ്ലസ് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും, പ്ലസ് ക്രിയേറ്റ്. ഓക്കെ, ആ പ്ലസ് ക്രിയേറ്റയിൽ ക്ലിക്ക് ചെയ്യുക. പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, പോസ്റ്റ് എടുക്കുക. ഓക്കെ, ഇതിന്റെ അകത്ത് നമ്മൾക്ക് വീഡിയോ ആണോ പോസ്റ്റർ ആണോ സെലക്ട് ചെയ്യേണ്ടത്. ഇതിപ്പം ഞാൻ ലാപ്ടോപ്പിൽ നിന്ന് ഓപ്പൺ ചെയ്തേക്കുന്നതുകൊണ്ടാണ് സെലക്ട് ഫ്രം കമ്പ്യൂട്ടർ വന്നേക്കുന്നത്. ഫോണാണെങ്കിൽ അങ്ങനെയായിരിക്കും വരുന്നത്, ഗാലറി ആയിരിക്കും ഓപ്പൺ ആകുന്നത്. ഞാൻ സെലക്ട് ഫ്രം കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ സിസ്റ്റത്തിലുള്ള ഫയൽസ് ഓപ്പൺ ആകും. അപ്പൊ അതിൽ എവിടെയാണോ നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ട വീഡിയോ ഓർ പോസ്റ്റർ കിടക്കുന്നത് അത് ഓപ്പൺ ചെയ്യുക. അപ്പൊ ഞാൻ ഡെമോ ആയിട്ട് ഒരെണ്ണം എടുക്കുവാണ്. ഞാനൊരു പോസ്റ്റ് എടുത്തു, ഓപ്പൺ കൊടുത്തു. ഞാനൊരു ഡ്രസ്സിന്റെ പോസ്റ്റാണ് എടുത്തത്, അതിവിടെ വന്നു. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന പോസ്റ്റർ ഓർ വീഡിയോ
സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ വരും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫിൽറ്റേഴ്സ് ഉണ്ട്, ഒറിജിനൽ തന്നെ മതി. നെക്സ്റ്റ് എടുക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ പ്രൈമറി ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. അതായത് എന്താണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഉള്ളത് എഴുതാനായിട്ട് പറ്റും ഇവിടെ. ഓക്കെ, ഇവിടെ എഴുതാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുവാണ്. എന്നിട്ട് ഷെയർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇത് പോസ്റ്റ് ആകും. ഞാൻ പോസ്റ്റ് ചെയ്തത് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു കണ്ടന്റ് കൂടെ കൊടുത്ത് പോസ്റ്റ് ചെയ്താൽ മതി. എന്താണ് ഈ പ്രൊഡക്റ്റ് എന്നുള്ളതൂടെ ആ പ്രൈമറി ടെക്സ്റ്റിന്റെ അവിടെ കൊടുത്ത് പോസ്റ്റ് ചെയ്താൽ നമുക്കിവിടെ പോസ്റ്റ് ആകും. ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവേ. അടുത്ത ഫേസ്ബുക്കിന് കാണിക്കാം. ഓക്കെ, ഫേസ്ബുക്ക് കാണിക്കാം. നമ്മൾ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് വിമൽ സാർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേജ് ഓപ്പൺ ചെയ്യണം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് ഇവിടെ വാട്ട്സ് ഓൺ യുവർ മൈൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വാട്ട്സ് ഓൺ യുവർ മൈൻഡ്. ഇതിൻ്റെ അകത്ത് ഫോട്ടോസ് ഓർ വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ വാട്ട്സ് ഓൺ യുവർ മൈൻഡ് താഴെ ഫോട്ടോ ഓർ വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സെയിം എൻ്റെ ലാപ്ടോപ്പിലുള്ള ഫോൾഡേഴ്സ് ഓപ്പൺ ആയി വരും. അപ്പൊ അവിടെ എവിടെയാണോ നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ട വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റർ ഉള്ളത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുക്കുക. അതിന്റെ മുകളിലായിട്ട് വാട്ട്സ് ഓൺ യുവർ മൈൻഡ് എന്ന് കാണും. അവിടെയാണ് നമുക്ക് കണ്ടന്റ് എഴുതേണ്ടത്. അതായത് പ്രൈമറി ടെക്സ്റ്റ്, നമ്മൾ എന്താണ് ഈ പ്രോഡക്റ്റ് എന്നുള്ളത് എഴുതുക. എഴുതിയതിന് ശേഷം ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രൈമറി ടെക്സ്റ്റ്. ഇങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ടൈപ്പ് ചെയ്തേക്കുന്നതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ആഡ് ടു യുവർ പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് ഒരു 3 ഡോട്ട് ഉണ്ട്. ആ 3 ഡോട്ടയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സപ്പ് ഒക്കെ കണക്റ്റഡ് ആണ്. ഗെറ്റ് വാട്സപ്പ് മെസ്സേജ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗെറ്റ് മെസ്സേജ്, ഗെറ്റ് കോള് അങ്ങനെയുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് CTA വരാനായിട്ട് ഞാൻ ഗെറ്റ് മെസ്സേജ് എന്നുള്ള CTA സെലക്ട് ചെയ്തു. താഴേക്ക് വന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പേജിൽ നമ്മളുടെ പോസ്റ്റർ ഓർ വീഡിയോ പോസ്റ്റ് ആകും. ഇതുണ്ടോ, വൈറ്റ് ഡ്രസ് ഇവിടെ പോസ്റ്റ് ആവുന്നുണ്ട്. ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തത്. ക്ലിയർ ആയിട്ടുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണെങ്കിൽ സി ടൈപ്പ് ചെയ്യണേ. ക്ലിയർ ആണ്. നമുക്ക് യൂട്യൂബിനകത്തൊരു വീഡിയോ ഇടുന്നത് ഇവിടെ കാണിക്കാം. ഓക്കെ, യൂട്യൂബ് ഞാൻ ഒരു ഷെയർ ചെയ്യുന്നു. ഓക്കെ,
സാർ ഒരു മിനിറ്റ്, എന്റെ ലാപ്പ് ഒന്ന് സ്റ്റക്ക് ആയിട്ടുണ്ട്. നോ പ്രോബ്ലം. ഓക്കെ സാർ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ യെസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് യൂട്യൂബിൽ എങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ നമ്മുടെ ചാനൽ നമ്മുടെ ലൈവ് സെഷനിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. ഓക്കെ യെസ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് യൂട്യൂബ് ചാനലിലേക്ക് വരാം. യൂട്യൂബ് ചാനൽ പേര് അതേപോലെ തന്നെ ഈ ഹാൻഡിൽ നെയിം എല്ലാം ഉണ്ട്. ഇവിടെ വരേണ്ടത് നമുക്ക് ഫസ്റ്റ് ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ആദ്യം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓപ്ഷൻ കാണുന്നില്ല എങ്കിൽ ഇവിടെ ടോപ്പിൽ കണ്ടോ ബെൽ ഐക്കൺ, യൂട്യൂബിൽ എപ്പോഴും സബ്സ്ക്രൈബിന്റെ ബെൽ ഐക്കൺ അല്ലേ, അതിന്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ക്രിയേറ്റിന്റെ ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത്, ഗോ ലൈവും അതേപോലെ തന്നെ അപ്ലോഡ് വീഡിയോ. അപ്പൊ സ്റ്റെപ്പ് 1 ഇങ്ങനെയാണ്. ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ലെറ്റ് മീ ഷോ യു വൺസ് അഗൈൻ. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ റൈറ്റ് സൈഡിൽ ലൈവ് പോകണമെങ്കിൽ ലൈവ് ചെയ്യാം, അപ്ലോഡ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ അപ്ലോഡ് വീഡിയോ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആയി വരും. യൂട്യൂബ് സ്റ്റുഡിയോ, ഇതിനകത്താണ് നമ്മളുടെ വീഡിയോസ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, മോണിറ്റൈസേഷൻ, പൈസ, ഇതെല്ലാം ഇതിനകത്താണ് വരുന്നത്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആയി വരും. കണ്ടോ, ഇതേപോലെ ആയിരിക്കും വരുന്നത്. നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ അപ്ലോഡ് വീഡിയോ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് വരും. അപ്ലോഡ് വീഡിയോ എന്ന് പറയുന്ന സെഷനിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുക. ഒരു ഫയല് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ലാപ്ടോപ്പിനകത്തുള്ള വീഡിയോസ് ആയിക്കോട്ടെ, ഷോർട്സ് ആയിക്കോട്ടെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാം. ഞാൻ ഇതുവരെ പറഞ്ഞതിലൊന്ന് റിപ്പീറ്റ് ചെയ്യണോ ആർക്കെങ്കിലും? ലൈക്ക് ഇഫ് യു വോണ്ട് ഐ ക്യാൻ റിപ്പീറ്റ് വിത്ത് യു ക്വിക്കായിട്ട്. ജസ്റ്റ് ഈ സ്റ്റെപ്സ് മാത്രം ഞാനൊന്ന് കാണിച്ചു പോവാം. ഇല്ല, നെക്സ്റ്റ് പോകാം സർ, ടൈം. ഓക്കെ സാർ, ഓക്കെ യെസ്, താങ്ക് യു സോ മച്ച്. ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ യെസ്. അപ്പൊ നമുക്ക് സെലക്ട് ഫയൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്കൊരു വീഡിയോ, ലൈക്ക് ഞാനിപ്പോ എൻ്റെ സെലക്ട് ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൈബ്രറി ഓപ്പൺ ആയി വരും. എന്റെ സ്ക്രീനിൽ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഷാലുമിസിന്റെ വീഡിയോ ആണ് എടുക്കുന്നത്. ജസ്റ്റ് ഓപ്പൺ ക്ലിക്ക് ചെയ്തു. ഈ സ്റ്റെപ്പിലേക്ക് വരാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ആ വീഡിയോ ഇവിടെ അപ്ലോഡ് ആവുകയാണ്. ആദ്യം കൊടുക്കേണ്ടത് ഇതേപോലെ ഒരു സ്ക്രീന് വരുമ്പോൾ നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത്, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും, വീഡിയോയുടെ പേര്. ഞാൻ കൊടുക്കുവാണ് ഷാലുമിസ് വീഡിയോ. പിന്നെ നിങ്ങൾക്ക് ഹാഷ് ടാഗോ അല്ലെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ കൊടുത്തു ഷാലുമിസ് വീഡിയോ എന്ന് എഴുതി ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം, ലൈക്ക് ഫോമോ ലിങ്കോ എന്തെങ്കിലും വേണമെങ്കിൽ വെക്കാം. ഈ വീഡിയോനെ പറ്റിയിട്ട് എഴുതുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വെക്കാം. അതല്ല എങ്കിലും കുഴപ്പമില്ല. താഴേക്ക് വരിക. ഏജിന്റെ ഈ പാർട്ടില് ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് റെസ്ട്രിക്ഷൻ ആണ് ചോദിക്കുന്നത്. ഞാൻ ഇവിടെ നോ ആണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, പേര് കൊടുക്കുക. താഴേക്ക് വരിക, റെസ്ട്രിക്ഷൻ നോ ഇറ്റ്സ് ഫോർ മെയ്ഡ് കിഡ്സ് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ സ്ക്രീന് വരും. ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിന്നാണ് നമ്മുടെ വീഡിയോയുടെ വിസിബിലിറ്റി പബ്ലിക്കോട്ട് പോവുകയാണ്. 4ാമത്തെ സ്റ്റെപ്പിലാണ് പബ്ലിക് ആവുന്നത്. വീഡിയോ പബ്ലിക് ക്ലിക്ക് ചെയ്യണം. ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇന്ന സമയം കൊടുത്ത് ഷെഡ്യൂൾ ചെയ്യാം. അല്ലാത്ത വിധം ഞാൻ ഇവിടെ ജസ്റ്റ് പബ്ലിക് കൊടുക്കുന്നു, പബ്ലിഷ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ചാനലിനകത്ത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. തിരികെ വരിക, ചാനൽ എടുക്കുക, വ്യൂ ചാനലിൽ വരിക. കണ്ടോ, ഷാലുമിസിന്റെ വീഡിയോ വന്നിട്ടുണ്ട്.
ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് യെസ്, ഇത്രയാണ് നമ്മളൊരു വീഡിയോ ക്വിക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്ന പാർട്ട് വരുന്നത്. യെസ്, താങ്ക് യു. താങ്ക് യു മിർസ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതിന്റെ റീപ്ലേ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. റീപ്ലേ എനിക്ക് പ്രോസസ് ആവാൻ 1-2 മണിക്കൂർ എടുക്കും. 2 മണിക്കോ 2:30 ആകുമ്പോൾ റീപ്ലേ ലഭിക്കുന്നുണ്ട്. അതിന് മുന്നേ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ട്യൂട്ടോറിയൽസ് ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഈ പേജസ് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് കുഞ്ഞു പോസ്റ്റർ ഇടാം. പോസ്റ്റർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ ക്വിക്കായിട്ട് കാണിച്ചു തരാം. അതിനുശേഷം രാത്രി 7 മണിക്ക് മുന്നേ ഇത് ഫിനിഷ് ചെയ്യാം. അതാണ് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ മെയിൻ ടാസ്ക്. ഓക്കെ, സോ പോകുന്നതിന് മുമ്പ് നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. അറ്റൻഡൻസിന്റെ ഫോം കൊടുക്കാം. കുഴപ്പമില്ല ഷൈനി, നമ്മൾ റീപ്ലേ ഷെയർ ചെയ്യാം, ട്യൂട്ടോറിയൽസും ഷെയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ഡൗട്ട് സപ്പോർട്ടും ഉണ്ടാവും അതിനകത്ത്. പെട്ടെന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യണേ. നമ്മുടെ മെമ്പർഷിപ്പിനകത്ത് ആവശ്യമില്ലാത്ത ലിങ്കുകളെല്ലാം ബാക്കപ്പ് ചെയ്തിട്ട് രേഷ്മ ഡിലീറ്റ് ചെയ്യണം. അതിനകത്ത് അറ്റൻഡൻസ് ഇടാൻ നോക്കണം. പക്ഷേ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ലിങ്ക് കിടക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ തീരുന്നില്ല. ഓക്കെ സർ. അറ്റൻഡൻസ് ചെയ്തവരുടാണെന്ന് ടൈപ്പ് ചെയ്യണേ. അറ്റൻഡൻസ് ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, യെസ്, അറ്റൻഡൻസ് ഇട്ട് കഴിഞ്ഞല്ലോ അല്ലേ? അറ്റൻഡൻസിൽ എത്ര പേര് വന്നു നോക്കട്ടെ. പേരെ വന്നിട്ടുള്ളൂ. നമുക്ക് 500 പേര് ലൈനിൽ ഇരിപ്പുണ്ട്. ജസ്റ്റ് പോയി പേര്, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ മാത്രം ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഓൾറെഡി പേജ് ഉള്ളവർക്ക് ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ് 3 minutes. ഓൾറെഡി പേജ് ഉള്ളവർക്ക്
നിങ്ങളുടെ പേജിനകത്ത് വൈകുന്നേരം വരെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യുബിൾ കോണ്ടന്റ് പോസ്റ്റേഴ്സോ വീഡിയോസോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതുപോലെ പേജ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. പേജസിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 എലിമെന്റ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഒന്ന് പോസ്റ്റേഴ്സ്, ഒന്ന് വീഡിയോസ്, അല്ലെങ്കിൽ എഴുതുന്ന കോണ്ടന്റ്സ് എന്തെങ്കിലും. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചാറ്റ് ജിപിറ്റിയിൽ പോവുക. ചാറ്റ് ജിപിറ്റി പോയിട്ട് നമ്മൾ ഇന്ന് 3 കാര്യങ്ങൾ പഠിച്ചല്ലോ. ആ 3 കാര്യത്തിന്റെയും നമുക്ക് വേണ്ട ടെക്സ്റ്റും വീഡിയോസും ടെക്സ്റ്റും പിക്ചേഴ്സ് എല്ലാം നമുക്ക് ചാറ്റ് ജിപിറ്റി ഉപയോഗിച്ചുകൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എത്ര പേർക്ക് അതിന്റെ പ്രോംപ്റ്റ് വേണം? ടൈപ്പ് പ്രോംപ്റ്റ് ഇൻ ചാറ്റ് ബോക്സ്. എത്ര പേർക്ക് അതിന്റെ പ്രോംപ്റ്റ് വേണം? ഓക്കെ, ഞാനൊരു സാമ്പിൾ, ഞാനൊരു ഫ്രഷർ ആണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട്, ഞാനൊരു ലേഡീസ് ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ വെറുതെ ഒരു ബിസിനസിന്റെ സാമ്പിൾ ആക്കി കാണിച്ചു തരാൻ പോകുന്നു. ശ്രദ്ധിക്കുക, ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, നിങ്ങളുടെ ഫേസ്ബുക്ക്, നിങ്ങളുടെ യൂട്യൂബിന് വേണ്ട പേരുകൾ, അതിന്റെ ടെക്സ്റ്റുകൾ, അതിന്റെ പോസ്റ്റേഴ്സ്, അതിന്റെ കവർ പേജ് എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ആർ യു റെഡി ഫോർ ദിസ് മാജിക് പ്രോംപ്റ്റ്? ടൈപ്പ് BIO in the chat box if you are ready. Yes. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് എന്താണെന്നുള്ള ചാറ്റ് ജിപിറ്റിക്ക് കൊടുക്കുക. ഇതിന് ബ്ലൂ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴ്സായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഷോർട്ടായി കാണിച്ചു തരാം. Hi, my name is Angel. I am starting a ladies boutique for selling online. My target audience are ladies in the age of 20 to 55. I didn't start any social media handles. So I want to get the names of my Instagram, YouTube and Facebook, and the descriptions, bio links, the main marketing message. My boutique name is Star Boutique. സിമ്പിളാണ്, നമുക്ക് കൊടുക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എന്ത് പേര് കൊടുക്കണം, ഫേസ്ബുക്കിൽ എന്ത് പേര് കൊടുക്കണം, യൂട്യൂബിൽ എന്ത് പേര് കൊടുക്കണം? ഹൗ മെനി ഓഫ് യു ഫീൽ വാവ്? എല്ലാം ഇതിനകത്ത് തന്നെ കിട്ടും. സോഷ്യൽ മീഡിയ ഹാൻഡ്സിൽ എന്ത് പേര് കൊടുക്കണം? കിട്ടിയല്ലോ. ഓക്കെ, കിട്ടിയല്ലോ. ഇനി എന്ത് മെസ്സേജ് കൊടുക്കണം? കിട്ടി. ഇൻസ്റ്റാഗ്രാമിലെ ബയോ താ കിടപ്പുണ്ട്, ഫേസ്ബുക്കിനകത്തുള്ള റൈറ്റപ്പ് കിടപ്പുണ്ട്, യൂട്യൂബിനകത്തുള്ള ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്, വാട്സപ്പിനകത്തുള്ള ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇനി താഴെ വരാം. താഴെ വന്നിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിന്റെ കവർ പേജ്. ഓക്കെ, നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള ഞാൻ ആദ്യം എഴുതി കാണിച്ചത്, അതിനുശേഷം പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. വേണ്ടതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിന്റെ DP. ഓക്കെ, ഫേസ്ബുക്കിന്റെ കവർ പേജ്, ഇൻസ്റ്റാഗ്രാമിന്റെ പ്രൊഫൈൽ പിക്ക്, യൂട്യൂബിന്റെ പ്രൊഫൈൽ പിക്ക്, യൂട്യൂബിന്റെ ചാനൽ ആർട്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. കണ്ടോ, ഫേസ്ബുക്കിന്റെ DP, ഫേസ്ബുക്കിന്റെ കവർ പേജ്, ഇൻസ്റ്റാഗ്രാമിന്റെ പ്രൊഫൈൽ പിക്ചർ, യൂട്യൂബിന്റെ പ്രൊഫൈൽ പിക്ചർ, യൂട്യൂബിന്റെ ചാനൽ ആർട്ട്. ഇത്രയും കാര്യങ്ങൾ വേണം. അപ്പോൾ ഇതിനെ ഞാൻ ഓരോന്നും എനിക്ക് വേണമെന്ന് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതിന് മുന്നേ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് കളറാണ്. ഓക്കെ, ഒരു ബ്രാൻഡ് കളർ എങ്കിലും നമുക്ക് ഇതിനെ വേർതിരിക്കാൻ പറ്റുള്ളൂ. അത് ആദ്യം ഞാനൊരു പ്രോംപ്റ്റ് കൊടുക്കണം. സോ based on my business and the unique trends, give me 3 brand color palette to choose from. ഇതെല്ലാം നിങ്ങൾ ഇതേപോലെ കൊടുത്താൽ മതി. തുടക്കത്തിലുള്ള സംഭവം മാത്രം പേര് മാറ്റി. അപ്പം ഇവരെനിക്ക് 3 കളർ പാലറ്റ് തരും. ഇതിലേക്ക് പ്രീമിയം റോസ് വേണമെങ്കിൽ അത് എടുക്കാം. രണ്ടാമത്തെ റോയൽ മെറൂൺ ആൻഡ് ഗോൾഡ്. പിന്നെ വന്നത് സേജ് ഗ്രീൻ. എനിക്ക് സേജ് ഗ്രീൻ ആണ് ഇഷ്ടപ്പെട്ടത്. കണ്ടോ, അപ്പൊ ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഹാൻഡിൽസ്, സോഷ്യൽ മീഡിയയുടെ പേജ്, എല്ലാത്തിലും ഞാൻ ഈ സേജ് ഗ്രീനും ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. സേജ് ഗ്രീൻ ആണ് ഷാമ്പെയിൻ ഗോൾഡ്. ഇത് എന്റെ ബ്രാൻഡ് കളർ ആക്കാൻ പോകണം. എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടു? ടൈപ്പ് ലവ് ഇൻ ചാറ്റ് ബോക്സ്. ഇതാണെങ്കിൽ ഈ ഒരു പ്രോംപ്റ്റ് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കൊരു ബ്രാൻഡ് കളർ ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയപ്പെടത്തില്ല. അപ്പോൾ ഇത് ഞാൻ എടുക്കുകയാണേ. ഇത് എന്റെ ബ്രാൻഡ് കളറാണ്. I select
the third option, sage green. I select the third option, sage green. Now create a Facebook DP for me based on this color palette. ഇവിടെ വരും, ഈ സംഭവം വരും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇത് എടുത്ത് അതേപോലെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ ഫോട്ടോയും കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഫോട്ടോസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നിങ്ങളുടെ ഫോട്ടോ കൂടെ നിങ്ങളുടെ മുഖം കൂടെ ചേർത്തിട്ട് പോസ്റ്റ് വരും. ഞാൻ ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ഫേസ്ബുക്ക് DP ആണ്. ഇപ്പോൾ ഫേസ്ബുക്ക് DP വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചോദിക്കണം? ഫേസ്ബുക്കിന്റെ കവർ പേജ്, അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിന്റെ പ്രൊഫൈൽ പിക്ചർ, പിന്നെ യൂട്യൂബിനകത്തുള്ള DP, യൂട്യൂബിനകത്തുള്ള ചാനൽ ആർട്ട്, ആ കവറിനെ പറയുന്ന ചാനൽ ആർട്ട്. ഇത്രയും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ ടാസ്ക് ഫിനിഷ് എന്ന് പറയത്തുള്ളൂ. ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ അപ്രൂവ് ചെയ്തില്ല. കണ്ടോ, സ്റ്റാർ ബുട്ടീക്ക്, ഫാഷൻ ദാറ്റ് മേക്സ് യു ഷൈൻ. സൂപ്പർ അല്ലേ? ഇനി എനിക്ക് അടുത്ത പ്രോംപ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നത്, മേക്ക് എ ഫേസ്ബുക്ക് കവർ പേജ് based on this. I want a female model who is wearing sage green modern dress. Along with my logo. Create an simple and elegant logo also for me. അടുത്ത ഫേസ്ബുക്കിന്റെ കവർ പേജ് ആണല്ലോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഫേസ്ബുക്കിന്റെ കവർ പേജ്, ഓക്കെ. പ്രോംപ്റ്റ് ഇത് രണ്ടാമത്തെ പ്രോംപ്റ്റ്. അപ്പൊ ഇവിടെ എന്താണോ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് അതിനെല്ലാം ക്രിയേറ്റ് എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ബ്രാൻഡ് കളർ സെലക്ട് ചെയ്തതിനു ശേഷം ഇപ്പൊ ഞാൻ കൊടുത്ത് ഫേസ്ബുക്ക് DP നിങ്ങൾ കണ്ടു, ഫേസ്ബുക്കിന്റെ കവർ പേജ് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ പിക്ചർ, യൂട്യൂബ് പ്രൊഫൈൽ പിക്ചർ, യൂട്യൂബ് ചാനൽ കഴിഞ്ഞു. ഇത്രയും എടുത്ത് നമ്മുടെ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് റെഡി ആവും. എത്ര പേർക്ക് ഇത്രയും ചെയ്യാൻ പറ്റും? ചാറ്റ് GPT കൊടുത്തിട്ട് അതെടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ടൈപ്പ് yes in chat box or type easy in chat box. ഈസി അല്ലേ? യെസ്. എത്ര പേർക്ക് എന്റെ സ്റ്റാർ ബുട്ടീക്കിന്റെ DP കാണണം? നിങ്ങൾ മെസ്മറൈസ്ഡ് ആയി പോവും. കാണണോ? എനിക്ക് തന്നെ കണ്ടിട്ട് എന്റെ കമ്പനിയാണോ ഡൗട്ട് വരുന്നു. അത്രയാ മനോഹരമായിട്ടുള്ള. റെഡി? കണ്ടോ എങ്ങനെയുണ്ട്? സേജ് ഗ്രീനും വന്നു, ഷാംപെയിൻ ഗോൾഡും വന്നു, ഡ്രസ്സും വന്നു, ഇതിന്റെ ലോഗോ വന്നു, സ്റ്റാർ ബുട്ടീക്ക് ലോഗോ വന്നു. കണ്ടോ? കുർത്തീസ്, ഡ്രസ്സസ്, സാരീസ്, എത്നിക് വെയർ, ട്രെൻഡി കളക്ഷൻസ്, പ്രീമിയം ക്വാളിറ്റി, പാൻ ഇന്ത്യ ഡെലിവറി, മെയ്ഡ് ഫോർ യു. സ്റ്റാർ ബുട്ടീക്ക് സൂപ്പർ അല്ലേ? യെസ്. അപ്പൊ ഇതെനിക്ക് ഒരു ഇമാജിനറി ബിസിനസ് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ചെയ്തുകൂടെ? എല്ലാവരും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് 6-7 മണിക്കൂർ തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത്, പക്ഷെ ആക്ഷൻ മോഡ് ചെയ്യുക. അതാണ് ഡയമണ്ട് മെമ്പേഴ്സിന്റെ റിസൾട്ട്. ഓക്കെ, ടൈപ്പ് ആക്ഷൻ മോഡ് ഇൻ ചാറ്റ് ബോക്സ്. ടൈപ്പ് ആക്ഷൻ മോഡ് ഇൻ ചാറ്റ് ബോക്സ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ട്യൂട്ടോറിയൽസ് എല്ലാം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടാൻ പോകുന്നുണ്ട്. ഇനിയാണ് നിങ്ങളുടെ കയ്യിൽ, ഇവിടെയാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. ഓക്കെ, ഇന്നലത്തെ എല്ലാം മൈൻഡിന്റെ ആയിരുന്നു. ഇതുപോലെയാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 ഗോൾഡ് കാർഡ് ക്രിയേറ്റ് ചെയ്യണം, 2 സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ക്രിയേറ്റ് ചെയ്യണം, അതിനകത്ത് ചാറ്റ് GPT ഉപയോഗിച്ച് സംഭവം എടുക്കണം. ഓക്കെ, 3ാമത്തെ ഒരു ടാസ്ക് കൊണ്ട് രാത്രിയേ വരുള്ളൂ. സോ ഹാവ് എ ഗ്രേറ്റ് ടൈം. പ്രോംപ്റ്റ് എല്ലാം ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാം ഇപ്പം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഗ്രൂപ്പിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡയമണ്ട് മെമ്പർഷിപ്പിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ രാത്രി പറയുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ടൈം. വി വിൽ മീറ്റ് നൈറ്റ് 7:30. ഓക്കെ, ഹാവ് എ നൈസ് ടൈം. ഓൾ ദി ബെസ്റ്റ്. Recording stopped.